6 മാസത്തേക്ക് കൗൺസിലിൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഹാജരാകാതിരിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം ഈ കൗൺസിൽ യോഗം അംഗീകരിക്കുകയാണ്. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം രാജേഷ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിൽ നാടകീയമായ സംഭവങ്ങൾ നമ്മൾ നേരത്തെ പലവണ ചർച്ച ചെയ്തതാണ്. അതിനുശേഷം അതായത് ആ സംഭവങ്ങൾ തുടങ്ങുമ്പോൾ അതിനു മുമ്പ് അല്ലെങ്കിൽ ഏതാണ്ട് ആ സമയത്ത് തന്നെ PM-ശ്രീ പദ്ധതിയുടെ ഒരു വിവാദം വരുന്നുണ്ട്. അതായത് കേന്ദ്രത്തിൽ രാജ്യസഭയിൽ അത് അബ്ദുൽ വഹാബിൻ്റെ ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി പറഞ്ഞത് വേണമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഇട്ടെറിഞ്ഞു പോവാം, ആനുകൂല്യങ്ങൾ കിട്ടില്ല, തന്നതും കൊടുത്തിട്ട് പോകണം, തന്നത് തിരിച്ചടച്ച് പൊയ്ക്കോളാം. അപ്പോൾ ഇവിടുത്തെ ഇടത് നേതാക്കളൊരു ഗംഭീര കമൻ്റ് അടിച്ചു. 35 MLA-മാരുണ്ടെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന് മുമ്പ് കെ സുരേന്ദ്രൻ പറഞ്ഞു. 35-ന് 3 മതി, ഇതാ അവർ ഭരിക്കുന്ന കണ്ടില്ലേ എന്ന് PM-ശ്രീയിൽ. ഇത് നമ്മുടെ ശബരിനാഥിൻ്റെ മനസ്സിൽ കിടക്കുകയായിരുന്നു. ഇതും മനസ്സിലിട്ടുകൊണ്ടാണ് ശബരിനാഥ് 2 മണിക്കുള്ള സുഗതൻ അയോഗ്യനാക്കാനുള്ള കൗൺസിൽ യോഗത്തിലേക്ക് കയറി ചെന്ന് അവിടെ മേയർ VV രാജേഷ് അനൗൺസ് ചെയ്യുന്നു, ഇതാ ആഭ്യന്തര വകുപ്പിൻ്റെ സുഗതൻ്റെ അവധി അപേക്ഷ എത്തിയിട്ടുണ്ട്, അതിനെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ. അത് കേട്ടപ്പോൾ ശബരിനാഥൻ ആദ്യം കാര്യമൊന്നും മനസ്സിലായില്ല. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് വന്നതെന്ന് ശബരിനാഥ് അവിടെ പോയി ചോദിച്ചു. നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ സെക്രട്ടറിയുടെ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ആഭ്യന്തര വകുപ്പിൽ നിന്നും വന്നു. കാരണം ശബരിനാഥന് ബൈറ്റ് കൊടുക്കണമല്ലോ. ആഭ്യന്തര വകുപ്പിൽ നിന്നും തടസ്സമൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അല്ലേ? അങ്ങനെയല്ലേ? അതായത് ഒരു ചെറിയൊരു വിഷയമുണ്ട് അതിനകത്ത്. അതായത് ഈ കൗൺസിലിൽ ഇവർ വന്നു, ഈ ശബരിനാഥും LDF-ഉം തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വന്നത്. അതായത് ഈ 3 കൗൺസിലിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കാതിരുന്ന സുഗതനെ അയോഗ്യനാക്കാം. അപ്പോൾ അയോഗ്യനാക്കാനുള്ള ഒരു പ്രമേയം പോലും അവതരിപ്പിക്കാൻ തയ്യാറായിട്ടാണ് ശബരിനാഥ് വന്നത്. അപ്പം അത് പിന്നെ ഇവരുടെ പിന്തുണയോടുകൂടി, LDF-ൻ്റെ പിന്തുണയോടുകൂടി അത് പാസ്സാവും. കാരണം ഈ പ്രമേയം ഈ പറഞ്ഞതുപോലെ അവിടെ അവതരിപ്പിക്കുകയും അതിനെ LDF പിന്തുണയ്ക്കുകയും ചെയ്തു കഴിഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും 50-50 എന്നുള്ള അവസ്ഥയിലാവും. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ച ശബരിനാഥിനൊരു കനത്ത അടിയാണ് വാസ്തവത്തിൽ ഈ കൗൺസിൽ കൂടിയപ്പോൾ തന്നെ മേയർ VV രാജേഷ് പറഞ്ഞു, ഇങ്ങനെ ഒരു അവധിക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ കൗൺസിലർമാർക്ക് ഇതിൽ ഹാജരാകാതിരിക്കാൻ മുൻകൂട്ടി അവർ മേയർക്ക് കത്ത് കൊടുക്കും, ഇന്നത്തെ കൗൺസിലിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. മേയർ അതൊന്നും പറയണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഗതി സ്വാഭാവികമായിട്ടും അത് നടക്കാം, അത് നടക്കാതെയും ഇരിക്കുക. അങ്ങനെ കത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ രാജേഷ് ഇവിടെ പറഞ്ഞത് ഇതാ ഇങ്ങനൊരു കത്ത് വന്നിട്ടുണ്ട്, അവധിക്ക് അപേക്ഷിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശബരിനാഥ് പറഞ്ഞു അത് പറ്റത്തില്ല, അവധിക്ക് അപേക്ഷിക്കാൻ, അങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരു കൗൺസിലർക്ക് അവധിക്ക് അപേക്ഷിക്കാനൊന്നും പറ്റത്തില്ല, അതിന് നിയമമില്ല, വകുപ്പില്ല, മുനിസിപ്പൽ ആക്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി. രാജേഷ് എന്ത് ചെയ്ത് എല്ലാം കേട്ടിട്ട് സെക്രട്ടറിയോട് പറഞ്ഞു ആ കത്തൊന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കത്ത്, അതായത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു കത്താണ് കാണിച്ചത്. ആ കത്ത് ആഭ്യന്തര വകുപ്പ്, ഇത് എന്താ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാത്തതിൻ്റെ കുഴപ്പമാണ്. അത് നമ്മൾ ഈ വെറും രാഷ്ട്രീയ നേതാക്കളായ പോരാ, അവർ നിയമപരിജ്ഞാനമുള്ളവരായിരിക്കണം. ആ നിയമം എങ്ങനെയെല്ലാം പ്രവർത്തിക്കും എന്നും കൂടി മനസ്സിലാക്കിയിരിക്കണം. അതില്ലാത്തവൻ രാഷ്ട്രീയ നേതാവാകാം, പക്ഷെ അതില്ലാതായതിൻ്റെ കുഴപ്പമാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ നിയമസഭയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, പിന്നെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ആര്യാട മുഹമ്മദിൻ്റെ കാര്യം, TM ജേക്കബ്, G സുധാകരൻ, ഇടതുപക്ഷത്ത് തന്നെ എത്ര പ്രഗത്ഭരായ ആൾക്കാർ. പണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെയും UDF-ൻ്റെയും 2 പക്ഷത്തുനിന്നും അതിപ്രഗത്ഭരായ നിയമസഭാ സാമാജികന്മാരുണ്ടായിരുന്നു. നിയമം അരച്ച് കലക്കി കുടിച്ച, നിയമത്തിൻ്റെ തലനാഴിഴ കീറി പരിശോധിക്കുന്ന, സഭാ ചട്ടങ്ങളും നടപടിക്രമങ്ങളും വളരെ കൃത്യമായി അറിയുന്ന ആൾക്കാർ. ഇപ്പോൾ തേറമ്പിൽ രാമകൃഷ്ണനെ പോലെയുള്ള ആൾക്കാരൊക്കെ സ്പീക്കറൊക്കെ ആയിരുന്നതല്ലേ. മാത്യു കുഴൽനാടൻ ഇപ്പോൾ ഉള്ളതിൽ മാത്യു കുഴൽനാടൻ വളരെ ഭേദമാണ്. പക്ഷേ ഈ
ഇപ്പോൾ ഉള്ള എനിക്ക് തോന്നുന്ന ഇടതുപക്ഷത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് പലർക്കും ഈ പ്രത്യേകിച്ചും പുതിയ ആൾക്കാർക്ക്, ചെറുപ്പക്കാർക്ക് വലിയ കാര്യമായ പിടിയൊന്നുമില്ല. ഈ BJP-ക്കാരിനി തെളിയിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് ഇതൊക്കെ അറിയുമോ ഇല്ലയോ. അതിനി ഏതാനും ഒരു 1-2 വർഷം പോയി കഴിഞ്ഞാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ കഴിഞ്ഞ 10 കൊല്ലം ഇരുന്ന ഇടതുപക്ഷത്തെ അല്ല കഴിഞ്ഞ 10 വർഷം ഇരുന്ന ഇടതുപക്ഷത്തിന്റെ ആൾക്കാർക്ക് നമ്മൾ കണ്ടതാണ് അതിലെ ചെറുപ്പക്കാർക്ക് എത്രത്തോളം നിയമപരിജ്ഞാനം ഉണ്ട് എന്നുള്ളത്. അതെ 26-ല് അതെ വന്ധ്യവയോധികനായ സഖാവ് പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് അതാണ്. ഈ നിയമം എങ്ങനെ പ്രവർത്തിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് സുഗതൻ ഈ ജയിൽ വകുപ്പ് സൂപ്രണ്ട് വഴി ഒരു കത്ത് കൊടുക്കുകയാണ്, എനിക്ക് അവധിക്ക് അപേക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജയിൽ വകുപ്പിൻ്റെ കോടതിയിലല്ല കൊടുത്തത്. അതായത് സുഗതൻ കൊടുക്കുന്നത്, സുഗതൻ അവധി അപേക്ഷ മുന്നോട്ട് വെക്കുന്നതിന് പകരം മറ്റൊരു സാധനം മുന്നോട്ട് വെച്ചു, സൂപ്രണ്ട് വഴി. അതായത് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി എന്നെ കൗൺസിലിൽ പങ്കെടുക്കാൻ അനുവദിക്കണം. അത് പരോൾ കിട്ടാതെ എങ്ങനെ പങ്കെടുക്കും? അല്ല പരോളൊന്നും വേണ്ട. ഇപ്പം നമ്മൾ പിന്നെ വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടായി, വയസ്സായിരിക്കുന്ന അച്ഛനോ അമ്മയോ ഒക്കെ മരിച്ചു, ജയിലിൽ കിടക്കുന്ന ആളിനെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി കൊണ്ടുവരില്ലേ, ആ ചടങ്ങിൽ പങ്കെടുപ്പിക്കും. 3 ദിവസമോ 2 ദിവസമോ എന്തോ അതിന് ഇത് കിട്ടും, ഇളവ് കിട്ടും. നേരത്തെ 1 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം അങ്ങനെയല്ല, 2-3 ദിവസം കിട്ടും. ആ സമയത്ത് അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. ഇയാൾക്ക് അവിടെ നിന്ന് എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഹാൻഡ് കഫൊന്നും ഇടത്തില്ല, കൈവിലങ്ങൊന്നും ഇടില്ല. പക്ഷേ സദാസമയവും പോലീസിൻ്റെ നിരീക്ഷണം ഉണ്ടാവും, പോലീസിൻ്റെ കണ്ണു വെട്ടിച്ചെങ്ങും പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ഉണ്ട്. അപ്പോൾ അതുപോലെ സുഗതൻ പറഞ്ഞു, ഞാൻ കൗൺസിലിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വന്നോളാം. അപ്പോൾ അതിൻ്റെ ചിലവൊക്കെ BJP വഹിക്കുമായിരിക്കും, നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനൊരു അപേക്ഷ കൊടുത്തപ്പോൾ അത് സൂപ്രണ്ട് വഴി ആഭ്യന്തര വകുപ്പിനാണ് കൊടുത്തത്. കാരണം കാപ്പ കേസിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൗൺസിലിൽ ഒരു അവധി അപേക്ഷ വയ്ക്കാം. ആഭ്യന്തര വകുപ്പാണ് തിരിച്ചു പറയുന്നത്. നിയമം അനുസരിച്ച് നിങ്ങൾക്ക് കൗൺസിലിൽ ഒരു അവധി അപേക്ഷ വയ്ക്കാം, പക്ഷെ അവിടെ ഭൂരിപക്ഷം കിട്ടണം. അത് തദ്ദേശ നിയമപ്രകാരമുള്ള തീരുമാനം അത് തന്നെയാണ്. അല്ല, തദ്ദേശ വകുപ്പിന് ഇതിനകത്ത് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആ ആക്റ്റും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതിവിടെ അതിനേക്കാൾ ഒരുപടി മുകളിലാണ് ആഭ്യന്തര വകുപ്പ്. കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ സുഗതൻ ഉള്ളത്. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയേണ്ടത്. സുഗതൻ പിന്നെ നിയമപരമായി ഇപ്പോൾ കൗൺസിലറാണോ അല്ലയോ എന്ന് ചോദിച്ചാലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഉത്തരം പറയാൻ പറ്റുന്നത്. ഒരു നിയമത്തിൻ്റെ നൂലാമാലകളാണ് ഇത്. ഇഴകീറി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള, കുറച്ച് സെൻസുള്ളവർക്കേ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് സത്യത്തിൽ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ പറയുമ്പോൾ ആഭ്യന്തര വകുപ്പാണ് വകുപ്പുകളിൽ രാജാവ് ആഭ്യന്തര വകുപ്പാണ്. അതുകൊണ്ടാണല്ലോ ഈ മുഖ്യമന്ത്രിമാരെപ്പോഴും ആഭ്യന്തര വകുപ്പ് കയ്യിൽ വെക്കാൻ കിടന്ന് പെടാപ്പാട് പെടുന്നത്. ഇവിടെ അപ്പോൾ ആഭ്യന്തര വകുപ്പ് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി കൗൺസിലിൽ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒരു അവധി അപേക്ഷ കൊടുക്കുക, അത് സൂപ്രണ്ട് വഴി കൊടുത്താൽ മതി. കൊടുത്താൽ പക്ഷെ അവിടെ ഭൂരിപക്ഷം കിട്ടണം, നിങ്ങൾക്ക് ഭൂരിപക്ഷം. കാരണം ഇവർ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ അവിടെ ഭൂരിപക്ഷം ഇല്ല. സുഗതൻ കൂടെ ഒന്ന് കുറഞ്ഞപ്പോൾ 50, മേയറും പോയി കഴിഞ്ഞാൽ പിന്നെ 49 ഉള്ളൂ. അപ്പം മേയർക്ക് കാസ്റ്റിംഗ് വോട്ടുണ്ട്. അങ്ങനെ മേയർ കാസ്റ്റിംഗ് വോട്ട് ചെയ്താൽ രാധാകൃഷ്ണൻ അടക്കം 50 പേര്. ഇതാണ് അവർ വിചാരിച്ചിട്ടുള്ളത്. അപ്പുറത്ത് 50 ഉണ്ടല്ലോ. അപ്പോൾ ഇത് സുഗതന് ജാമ്യം കിട്ടത്തില്ല, അല്ലെങ്കിൽ സുഗതന് ലീവ് കിട്ടത്തില്ല എന്നായിരുന്നു ഇവരുടെ ധാരണ. അപ്പോൾ ഇത് ശബരിനാഥിനും ഇത് അറിയാമായിരുന്നിരിക്കണം. ശബരിനാഥ് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ അവധി അപേക്ഷ വരുമ്പം തന്നെ എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വോട്ടിനിട്ടാൽ 50-50. അപ്പോൾ ഭൂരിപക്ഷം ഇല്ല. ആഭ്യന്തര വകുപ്പ് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭൂരിപക്ഷം വേണം എന്നാണ്. അപ്പോൾ ഇത് ഇവിടെ വന്നു, കത്ത് വന്നു, രാജേഷ് അപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഇതാ ഇങ്ങനെ കത്തുണ്ട്. അപ്പോഴാണ് ഇത് വോട്ടിനിട്ടപ്പോഴാണ് ശബരിനാഥിന് വലിയ അടിയായിപ്പോയി. കാരണം ശബരിനാഥിൻ്റെ ഒപ്പം നിൽക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്വതന്ത്രൻ, എങ്ങും തൊടാതെ നിന്ന സ്വതന്ത്രൻ നേരെ BJP പക്ഷത്തേക്ക് കൂറുമാറി BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് അവിടെ നേരത്തെ 51 ഉണ്ടായിരുന്നു, അതിൽ സുഗതൻ പോയപ്പോൾ 50 ആയി.
ഈ സ്വതന്ത്രൻ കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ, അതായത് സുധീഷ്, പൗണ്ട് കടവിൽ നിന്ന് കോൺഗ്രസ് വിമതനായി ജയിച്ച സുധീഷ് അന്ന് വോട്ട് ചെയ്തപ്പോൾ അത് 51 ഭൂരിപക്ഷമുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ സർക്കുലർ പ്രകാരം സുഗതൻ്റെ ലീവ് അനുവദിച്ചേ പറ്റൂ 6 മാസത്തേക്ക്. ഇതാണ് അവിടെ നടന്നത്. ഇനി ഇതിനെ നിയമപരമായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യാം. ആഭ്യന്തര വകുപ്പിൻ്റെ നടപടിക്രമങ്ങൾ വീഴ്ചയുണ്ടെങ്കിൽ ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാം കോൺഗ്രസ്സിന്. ഇത് നമ്മുടെ ചാനലുകളൊക്കെ ഇത് പറയുന്നത് എന്താണ്? ഇത് ആടിനെ പട്ടിയാക്കുന്ന തരത്തിലാണ് വാർത്ത കൊടുക്കുന്നത്. ഇത് വളരെ സംഗതി ഇത്രയേ ഉള്ളൂ. സുഗതൻ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ഇവിടെ പോകാൻ അനുമതി ചോദിക്കുന്നു. പിന്നെ അവധിയെടുക്കാൻ അനുമതി ചോദിച്ചാൽ കിട്ടത്തില്ല. അവധിക്കൊക്കെ ശ്രമിച്ചപ്പോൾ നടക്കുന്നില്ല. സൂപ്രണ്ട് വഴി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും പറ്റത്തില്ല, അതിനൊന്നും വകുപ്പില്ല. ശരി, എന്നാൽ ഞാൻ ജനപ്രതിനിധിയാണ്, സത്യപ്രതിജ്ഞ ചെയ്തു. BJP വളരെ തന്ത്രപൂർവ്വമാണ് അതിനകത്ത് കളിച്ചത് കേട്ടോ. അതായത് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാതെ, ഡിവിഷൻ ബെഞ്ചിൽ പോയാൽ സുഗതൻ്റെ ജാമ്യാപേക്ഷ തള്ളും. പിന്നെ അത് വാദമൊക്കെ കേട്ട് വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. അപ്പോഴത്തേക്ക് സമയം കടന്നു പോകും. 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് കോടതി വിധി. അതുകൊണ്ട് അതേ ബെഞ്ചിൽ തന്നെ പോയി, സിംഗിൾ ബെഞ്ചിൽ തന്നെ പോയി സത്യപ്രതിജ്ഞയ്ക്കുള്ള ഓർഡർ ആദ്യം വാങ്ങിച്ചു. അങ്ങനെ സുഗതനെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ സുഗതൻ എന്തായി? കൗൺസിലറായി. ഇനിയിപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ സുഗതന് പറ്റൂല. അപ്പോഴും ഇവർ വിചാരിച്ചിരുന്നത് സുഗതനെ എങ്ങനെ നോക്കിയാലും സുഗതനെ നമ്മൾ പൂട്ടി, അപ്പോൾ ഈ കൗൺസിൽ വീഴും. അപ്പോൾ BJPയെ വീഴിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ വേണമെങ്കിൽ ഒന്നുകൂടെ വോട്ടെടുപ്പ് വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു നറുക്കെടുപ്പ് വരാം. ഇതൊക്കെയാണ് ഇവർ കണക്ക് കൂട്ടിയിരുന്നത്. അത് UDFനും കേരള സർക്കാരിനും ശബരിനാഥിനും ആഭ്യന്തര വകുപ്പിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും ഒക്കെ ആ കണക്കൂട്ടലുണ്ടായിരുന്നു. പക്ഷെ ആ കണക്കൂട്ടൽ പൊളിഞ്ഞു പോയതിന് കാരണം ഈ 2 സ്വതന്ത്രന്മാരും പിന്നെ BJPയുടെ ഈ കളിയുമാണ്. അപ്പോൾ BJP എന്ത് ചെയ്തു? വളരെ സമർത്ഥമായിട്ട് സുഗതനെ കൊണ്ടൊരു അപേക്ഷ വെപ്പിച്ചു. എന്താണ്? എന്നെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി എന്നെ ഇതിൽ പങ്കെടുക്കാൻ അനുവദിക്കണം. അപ്പം ഒരെണ്ണത്തിൽ പങ്കെടുത്താൽ പിന്നെ 3 എണ്ണത്തിൽ പങ്കെടുക്കണ്ട. ഒരെണ്ണത്തിൽ പങ്കെടുത്താൽ പിന്നെ 3 എണ്ണം കിട്ടും. 3 എണ്ണം കഴിഞ്ഞ് വരുന്ന കൗൺസിലിൽ വീണ്ടും അപേക്ഷ വെച്ച് ഇതുപോലെ വന്നാൽ മതി. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊന്നും പറ്റത്തില്ല, പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി വരാനൊന്നും അനുമതി നൽകാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ എനിക്ക് അവധി അപേക്ഷിക്കണം. ഇപ്പോൾ ഇവരിത് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവധി പിന്നെ ആഭ്യന്തര വകുപ്പ് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അവധിക്ക് വയ്ക്കാം, അപേക്ഷിക്കാം, അത് സൂപ്രണ്ട് വഴി കൊടുത്താൽ മതി എന്ന് പറഞ്ഞൊരു സർക്കുലർ തിരിച്ചു കൊടുത്തു. ആ സർക്കുലറിൻ്റെ കോപ്പി നഗരസഭയ്ക്കും വന്നു. അപ്പോൾ സുഗതൻ എന്ത് ചെയ്തു? സൂപ്രണ്ട് വഴി അവധി അപേക്ഷ വെച്ചു. ആ അവധിക്ക് വെച്ച കണ്ടീഷനാണ് ഭൂരിപക്ഷം. കൗൺസിലിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അവധി അംഗീകരിക്കും എന്നാണ് ആഭ്യന്തര വകുപ്പ് കൊടുത്ത മറുപടി. ഇവിടെ വന്നപ്പോൾ കൗൺസിലിൽ ഭൂരിപക്ഷമുണ്ട്, 51 പേരുണ്ട്, അപ്പുറത്ത് 49 ഉള്ളൂ പഴയതുപോലെ. അപ്പോൾ ഭൂരിപക്ഷം ഇവരെല്ലാം വിചാരിച്ചത് ഭൂരിപക്ഷം കിട്ടില്ല, ഇത് 50-50 നിൽക്കും, നമുക്ക് രാജേഷിനെ മറിച്ചിടാം എന്നാണ് ശബരിനാഥനും SP ദീപക്കും കോൺഗ്രസും CPM-ഉം ഒക്കെ സ്വപ്നം കണ്ടത്. വേറെയും ചില അട്ടിമറികളൊക്കെ അതിനകത്ത് നടന്നിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം മറ്റൊരു വിഷയത്തിൽ. ഇവിടെ സംഭവിച്ചത് ഇതാണ്. ഈ ശബരിനാഥനെ സംബന്ധിച്ച് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒന്ന് കണ്ണടച്ച് തുറക്കണതിന് മുമ്പേ അടി മണ്ടയ്ക്ക് തന്നെ കൊണ്ടു. അപ്പോൾ അതിൽ നിന്ന് തലകറക്കം മാറി ബോധം വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ശബരിനാഥന് ഇപ്പോഴും ശരിയായ അർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാം, ഇത് കോടതിയിലൊക്കെ ചോദ്യം ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഏത് കാര്യക്രമവും നടപടികളും വകുപ്പുകളും ചട്ടങ്ങളും അനുസരിച്ചല്ല നടന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാം കോടതിയിൽ. പിന്നെ ഇതിൻ്റെ നിയമസാധുത കോടതിയിൽ പരിശോധിക്കട്ടെ. അവിടെ രാജേഷ് മറുപടി പറഞ്ഞോളും, നഗരസഭ മറുപടി പറയും. ആ മറുപടിയിൽ തൃപ്തികരമല്ലെങ്കിൽ കോടതിക്ക് ഇടപെടാമല്ലോ. കോടതിക്ക് സുഗതനെ അയോഗ്യനാക്കാം, സുഗതൻ്റെ അവധി റദ്ദാക്കാം, ഇതെല്ലാം ചെയ്യാം. അപ്പോൾ അത് BJPക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ഇവർ കോടതിയിൽ പോട്ടെ, കോടതിയിൽ കാണാം. തീർച്ചയായിട്ടും രാജേഷ് അല്ലെങ്കിൽ BJP ഒന്നും കാണാതെ ഇത് ചെയ്യില്ല. ഞാൻ മനസ്സിലാക്കുന്നത് BJP കൃത്യമായ ഒരു ടീം വർക്ക് അതിനകത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പുറത്തെ കോൺഗ്രസ് അങ്ങനെ ഒരു ടീം വർക്ക് നടത്തിയില്ല. ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് കണ്ട് അതിനെ വെട്ടാനുള്ള കരുനീക്കങ്ങൾ കോൺഗ്രസ് നടത്തിയില്ല. അത് ശബരിനാഥിൻ്റെ പരിചയക്കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം
കോൺഗ്രസും വിചാരിച്ചില്ല. കോൺഗ്രസ് വിചാരിച്ചത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭൂരിപക്ഷമൊന്നുമില്ല, എവിടെ ഇത് പാസ്സാകത്തില്ല. കാരണം രാധാകൃഷ്ണൻ ഇപ്പുറത്ത് കൂടിയെങ്കിലും സുധീഷ് ഒരിടത്തും തൊടാതെ നിൽക്കുകയായിരുന്നല്ലോ. സുധീഷ് ഇപ്പുറത്തോട്ട് കാലുമാറും എന്ന് ഇവർ വിചാരിച്ചില്ല. കാരണം കഴിഞ്ഞ കൗൺസിലുകളിലെല്ലാം സുധീഷ് നിഷ്പക്ഷമായ നിലപാടാണ് എടുത്തത്. സുധീഷ് നഗരസഭാ ഭരണകൂടത്തെ അല്ലെങ്കിൽ മേയറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ അനുകൂലിച്ച് ഒരു പ്രവർത്തനവും നടത്തിയില്ല. സുധീഷ് എങ്ങും തൊട്ടില്ല, പ്രതിപക്ഷത്തും തൊട്ടില്ല, UDFനെയും തൊട്ടില്ല, LDFനെയും തൊട്ടില്ല, ഇപ്പുറത്തെ NDAയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെയും തൊട്ടില്ല. സുധീഷിന് ഇവർ വലിയ ഓഫറൊക്കെ വെച്ചു, നിങ്ങളെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാനാക്കാമെന്നൊക്കെ BJP വച്ചു എന്നാണ് കോൺഗ്രസ്സിലെ ചില ആൾക്കാർ പറഞ്ഞത്. പക്ഷെ അത് സുധീഷ് അതൊക്കെ നിരാകരിച്ചു. അങ്ങനെയൊന്നും വേണ്ട, ഞാൻ കൗൺസിലറായിട്ട് ഇരുന്നോളാം. അപ്പോൾ സുധീഷ് ഇങ്ങനൊരു ഈ ഓതിരം കടകം മറുകടകം എന്ന് പറഞ്ഞിട്ടൊരു വെട്ടുമെന്ന് ഇവർ വിചാരിച്ചില്ല. അവിടെയാണ് ശബരിനാഥിന് പിഴച്ചു പോയത്. ഇനിയിപ്പോൾ സുധീഷിനെ ചീത്ത പറയാൻ പറ്റത്തില്ലല്ലോ, സുധീഷ് ഇവരുടെ വിമതനല്ലേ. അപ്പം സുധീഷ് കൂടെ നിന്ന് ഒറ്റി ചതിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ സുധീഷ് കൂടെ നിൽക്കണം. സുധീഷ് കൂടെ നിന്നില്ല. സുധീഷിനെ വാസ്തവത്തിൽ ചതിച്ചത് ഇവരാണ്. പൗണ്ട് കടവിൽ സ്ഥാനാർത്ഥിയാകാൻ നിന്ന സുധീഷിനെ വെട്ടിയിട്ട് അവിടെ മറ്റൊരാളിനെ കൊണ്ടുവന്ന് വെച്ചത് കോൺഗ്രസ്സാണ്. അത് വേറൊരു ജാതി മത കളിയാണ്. ആ കളിയിൽ പക്ഷേ സുധീഷ് വിജയിച്ചു. വേറൊരു കാര്യമുണ്ട്, 2029 ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ ശബരിനാഥ് തിരുവനന്തപുരം സ്ഥാനാർത്ഥിയായിട്ട് മിക്കവാറും അങ്ങ് പോകും, നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കിടന്ന് കാണിക്കുമ്പോൾ ബാക്കിയുള്ള 25 ബാക്കിയുള്ള കൗൺസിലർമാരുണ്ടല്ലോ, ബാക്കി 19 പേരും വഴിയാതെ പോകും. അല്ല, അത് വരാൻ പോകുന്ന ഒരു കാര്യമല്ലേ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിലവിൽ നടന്നിരിക്കുന്നത് ഒരു വലിയ, സത്യം പറഞ്ഞാൽ കൂടം കൊണ്ട് പാറ്റയെ അടിച്ചു കൊന്നു എന്ന് പറയുന്ന പോലെയാണ്, അല്ലെങ്കിൽ കൂടം കൊണ്ട് കൊതുകിനെ അടിച്ചു കൊന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു പണിയാണ് VV രാജേഷ് കൊടുത്തത്. അവരുടെ തന്നെ ഒരു സർക്കുലറിനെ വെച്ചുകൊണ്ട് അവരും വിചാരിച്ചത് എന്താണ്, നമുക്കൊരു ആപ്പ് വെച്ച് കൊടുക്കാം, ഇത് പൊളിഞ്ഞു പോകും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ആപ്പ് ഊരി അവരുടെ തന്നെ മണ്ടയ്ക്ക് കൂടം കൊണ്ടൊരു അടി കൊടുക്കുന്ന അവസ്ഥയിലാണ് VV രാജേഷ് കളിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിനകത്ത് നിയമപരമായിട്ട് ഇവർക്കിത് കോടതിയിൽ ചോദ്യം ചെയ്യാം, അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. പറഞ്ഞതുപോലെ ശബരിനാഥിന് ഇപ്പോഴും തലയ്ക്ക് വെളിവുണ്ടായിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാതെ പുള്ളി കറങ്ങിയിരിക്കുകയാണ്, തല കറങ്ങിയിരിക്കുകയാണ്. വ്യക്തത പോലും വന്നിട്ടില്ല. വ്യക്തത ഇത്രയേ ഉള്ളൂ, അവർ കൊടുത്ത റിലീസ് വളരെ ക്ലിയറാണ്. ആ റിലീസ് അനുസരിച്ച്, ആഭ്യന്തര വകുപ്പിൻ്റെ റിലീസ് അനുസരിച്ച്, ആഭ്യന്തര വകുപ്പിന് മറ്റെല്ലാ വകുപ്പിലും ഇടപെടാനുള്ള അത്യാവശ്യം അധികാരമൊക്കെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ. അവിടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാണ് അവസാനത്തെ വാക്ക്. അത് വളരെ കൃത്യമാണ്. ആഭ്യന്തര വകുപ്പ് ഇതിപ്പോൾ ചെന്നിത്തല അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ ശരിയായിരിക്കും, ചെന്നിത്തല അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എല്ലാ കാര്യങ്ങളും മന്ത്രി അറിഞ്ഞു തന്നെ സംഭവിക്കണമെന്നില്ലല്ലോ. അവർ ഒരിത് വന്നു, അപേക്ഷ വന്നു, ആ അപേക്ഷയിൽ അവർ ആലോചിച്ച് തീരുമാനമെടുത്ത് നിയമം എന്താണോ അതിനനുസരിച്ച് മറുപടി കൊടുത്തു. ആ മറുപടി, അതിനകത്തൊരു രാഷ്ട്രീയവും കൂടിയുണ്ട്, ഇരിക്കട്ടെ. ആ മറുപടി ഇവിടെ വന്നപ്പോൾ ഈ വീണത് വിദ്യയായി എന്ന് പറഞ്ഞതുപോലെ രാജേഷ് അല്ലെങ്കിൽ രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൃത്യമായിട്ട് സുധീഷിനെ കൂടെ ടാക്കിൾ ചെയ്ത് സ്വന്തം പാളയത്തിൽ നിർത്തിയിരിക്കുകയാണ് എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് സാധിച്ചില്ല. അത് വളരെ ഭംഗിയായിട്ട് BJP എൻകാഷ് ചെയ്തു. സുധീഷ് ഇവരുടെ കൂടെ നിന്നു. ഇങ്ങനെ ഒരു ഭരണസമിതിയെ അട്ടിമറിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇത് ജനകീയമായൊരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്, ഇവിടെ അഴിമതി ഒന്നിന് പുറകെ ഒന്നായിട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്, അങ്ങനൊരു ഭരണസമിതിയെ അട്ടിമറിച്ച് ഞാൻ യൂദാസ് ആകാൻ ഞാനില്ല, ജനങ്ങളെ മുന്നിൽ ഞാൻ മറുപടി പറയണം. കാരണം ജനഹിതം രാജേഷിന് അനുകൂലമാണ്, ജനങ്ങൾ രാജേഷിനൊപ്പമാണ്, പുതിയ മേയർക്കൊപ്പമാണ് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ. BJPക്ക് എതിരായി വോട്ട് ചെയ്തവർ പോലും രാജേഷിനെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ട്, രാജേഷിൻ്റെ ഭരണത്തെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് രാജേഷിൻ്റെ ടീമിനും തന്നെയാണ്. അപ്പോൾ നാട്ടുകാർ നോക്കുമ്പോൾ എന്താണ്, ഇച്ചിരി ഈ BJPയെ ജയിപ്പിച്ചാൽ അപ്പോൾ പ്രയോജനമുണ്ട്. കാരണം മുമ്പൊക്കെ അവർ BJP ജയിച്ചിട്ട് എന്ത് കേട്ടാണ്, BJPയും ഇതുപോലെ ആയിരിക്കും, മറ്റുള്ളവരെ പോലെ ആയിരിക്കും എന്നൊക്കെയുള്ള ഒരുപാട് നെറേറ്റീവ്സ് ഉണ്ട്. പക്ഷേ അതങ്ങനെ അല്ല എന്ന് രാജേഷ് ചുരുങ്ങിയ ദിവസങ്ങളിൽ കൊണ്ട് കാണിച്ചു കൊടുത്തു. അതാണ് ഈ ജനങ്ങൾ ഈ നഗരസഭാ ഭരണത്തെ അനുകൂലിച്ച്, അതല്ലേ ഈ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ഇവിടെ കിടന്ന് എന്തെല്ലാം ബഹളം കാണിച്ചു, നാട്ടുകാരനങ്ങിയോ? ഒരു 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 തലമുടി നാരിൻ്റെ അനക്കം നാട്ടുകാർക്കുണ്ടായോ? ഇല്ല. അപ്പം അതിൽ നിന്ന് ഇവർ മനസ്സിലാക്കണം, കാറ്റ് അവർക്ക് അനുകൂലമാണ്, നമ്മൾ കിടന്നിട്ട് ബഹളം കൂട്ടിയിട്ട് കാര്യമില്ല, അവസരം വരുമ്പോൾ അടിക്കണം എന്നുള്ള രാഷ്ട്രീയത്തിലെ ബാലപാഠം
പാവപ്പെട്ട ശബരിനാഥനെ അറിയാതെ പോയി എന്നുള്ളതാണ്. അത് ശബരിനാഥൻ്റെ പരിചയക്കുറവാണ്. ശബരിനാഥ് ഈ പറഞ്ഞതുപോലെ KSU തൊട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം കളിച്ചു വന്ന ആളല്ലാത്തതിൻ്റെ ഒരു കുറവ് അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല പിന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയില്ലായ്മയും അദ്ദേഹത്തിന് പിടികൂടി. അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അദ്ദേഹത്തിന്. ആ ഓവർ കോൺഫിഡൻസ് പൊളിക്കാൻ BJPക്ക് കഴിഞ്ഞു, BJPയുടെ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞു. സുധീഷിനെ ഇപ്പുറത്ത്, ഫലത്തിൽ സുധീഷ് അപ്പുറത്താണെന്ന് എല്ലാവർക്കും തോന്നിയിരുന്നു. പക്ഷേ അപ്പുറത്ത് നിൽക്കുമ്പോഴും സുധീഷ് ഇവരുടെ കൂടെ ആയിരുന്നു, BJPക്ക് ഒപ്പമായിരുന്നു എന്ന് തിരിച്ചറിയാൻ LDFനും UDFനും പറ്റിയില്ല. അങ്ങനെ ഒരു സംഗതി കൂടിയുണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇത് കോടതിയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്.